നമസ്കാരം. ഐപ്ലസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ സെറ്റ് മാത്തമാറ്റിക്സിൽ നമുക്കെല്ലാം ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നൊരു പോർഷനാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് എന്ന് പറയുന്നത്. പൊതുവെ നമ്മൾ ആ ഒരു പോർഷൻ കണ്ട അറ്റൻഡ് ചെയ്യാൻ പോലും നിൽക്കാറില്ല. എന്നാൽ അതിനകത്ത് സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് ഇക്വേഷൻസ് വെച്ച് നമുക്ക് ആ ഫോമിനെ സോൾവ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, നമുക്ക് ഇന്ന് അങ്ങനെയുള്ള കുറച്ച് ഭാഗങ്ങൾ നോക്കാം. ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്താണെന്ന് നോക്കാം. ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്. ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഡെഫിനിഷൻ ആണ്. എന്താണ് ഡെഫിനിഷൻ? എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ is said to be linear if the dependent variable and its differential coefficients occur only in the first degree and not multiplied together. Okay, എന്താണ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത്? ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷനെ ലീനിയർ എന്ന് പറയണമെങ്കിൽ അതിൻ്റെ ഡിപ്പെൻഡന്റ് വേരിയബിളും അതുപോലെ ഡിഫറൻഷ്യൽ കോഎഫിഷ്യൻസും ഏത് ഡിഗ്രിയിൽ നിൽക്കാവൂ? ഫസ്റ്റ് ഡിഗ്രിയിലെ ഒക്കർ ചെയ്യാവൂ. അതേപോലെ അതെന്ത് ചെയ്യരുത്? ഒരുമിച്ച് മൾട്ടിപ്ലൈ ചെയ്യരുത്. ഇത് നമ്മൾ എല്ലായ്പ്പോഴും സ്റ്റാൻഡേർഡ് ആയിട്ട് പറയുന്ന ഡെഫിനിഷനാണ്. നമുക്ക് ഡെഫിനിഷൻ ഒന്നുമല്ല വേണ്ടത്, നമുക്ക് പ്രോബ്ലം സെക്ഷനാണ് വേണ്ടത്. ഓക്കെ, അപ്പം നമുക്ക് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് ഫസ്റ്റ് ഓർഡർ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ജനറൽ ഫോം എന്താണെന്നും സൊല്യൂഷൻ എന്താണെന്നും നോക്കാം. ഓക്കെ, ഒരു ഫോം നമ്മൾ പറയുന്നത് dy/dx + py = q where p and q are functions of x. എന്താണ് dy/dx + py = q? അവിടുത്തെ ഈ പിയും ക്യൂവും എന്താണ്? പിയും ക്യൂവും എന്ന് പറയുന്നത് എന്തിന്റെ ഫങ്ഷൻസ് ആയിട്ട് നിൽക്കണം? എക്സിന്റെ ഫങ്ഷൻസ് ആയിട്ട് നിൽക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ എന്ത് കണ്ടുപിടിക്കാറുണ്ട്? ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ കണ്ടുപിടിക്കാറുണ്ട്. അപ്പോൾ dy/dx + py = q വേറെ പിയും ക്യൂവും എക്സിന്റെ ഫങ്ഷൻസ് ആണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ e⁻∫p dx ആയിരിക്കും. ദ ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ഓഫ് ദ എബോവ് ഫോം ഈസ് e⁻∫p dx. അങ്ങനെയാണെങ്കിൽ അതിന്റെ സൊല്യൂഷൻ എന്തായിരിക്കാം? y × ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ q × ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ dx + c. ഓക്കെ, അപ്പോൾ ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ സൊല്യൂഷൻ നമുക്ക് വേണം, ശരിയല്ലേ? അപ്പോൾ സൊല്യൂഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ y × ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ = q × ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ dx + c എന്നത് ആയിരിക്കും. ഓക്കെ, ഇനി ഈ ഡിഫറൻഷ്യൽ ഇക്വേഷനെ ഇങ്ങനൊരു ഫോമിൽ നമുക്ക് കാണാൻ പറ്റും. dx/dy + px = q. അവിടെ പിയും ക്യൂവും എന്തിന്റെ ഫങ്ഷൻസ് ആയിരിക്കണം? വൈയുടെ ഫങ്ഷൻസ് ആയിരിക്കണം. dx/dy + px = q. അവിടുത്തെ പിയും ക്യൂവും എന്തിന്റെ ഫങ്ഷൻസ് ആയിരിക്കണം? വൈയുടെ ഫങ്ഷൻസ് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് e⁻∫p dy ആയിരിക്കും. ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ തൊട്ട് മുന്നിൽ പറഞ്ഞ ഫോമിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ e⁻∫p dy ആയിരിക്കും. അതിന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് x × ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ = q × ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ dy + c ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷന് രണ്ട് ഫോംസ് ആണ് പറഞ്ഞത്. dy/dx + py = q. dy/dx + py = q. അവിടുത്തെ പിയും ക്യൂ എന്ന് പറഞ്ഞാൽ എന്തിന്റെ ഫങ്ഷൻസ് ആയിരിക്കണം? എക്സിന്റെ ഫങ്ഷൻസ് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ e⁻∫p dx ആയിരിക്കും. അവിടുത്തെ സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? y × ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ = q × ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ dx ആയിരിക്കും. ഓക്കെ, അല്ല dx/dy + px = q ആണെങ്കിൽ പിയും ക്യൂവും എന്തിന്റെ ഫങ്ഷൻസ് ആയിരിക്കും? വൈയിലുള്ള ഫങ്ഷൻസ് ആയിരിക്കും. അവിടുത്തെ ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് e⁻∫p dy ആയിരിക്കാം. സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? x × ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ = q × ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ dy + കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ c ആയിരിക്കും. ഓക്കെ, ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കൊരു പ്രോബ്ലം നോക്കാം. ഒരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ്. ദ സൊല്യൂഷൻ ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ x × dy/dx + 2y = x² x not = 0 is option A y = x²/4 + c x⁻⁻², option B y = x²/4 + c x², option C y = x² + c x⁻², option D y = x²/2 + c x⁻². ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻ x dy/dx plus 2
y equal to x square. Where x not equal to 0. Okay. നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ x into dy by dx plus 2y equal to x square, x not equal to 0. ഓക്കെ, നമുക്ക് ഈ ഒരു ഫോമിലുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് നമുക്ക് വലിയ പരിചയമില്ല. നമുക്ക് ആകെപ്പാടെ രണ്ട് രീതിയിലുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻസേ പരിചയമുള്ളൂ. ഓർക്കുന്നുണ്ടോ? രണ്ട് രീതിയിലുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻസേ പരിചയമുള്ളൂ. ഏതൊക്കെയായിരുന്നു? dy by dx plus py equal to qവും dx by dy plus px equal to qവും. dy by dx plus py equal to q. ഇതാണ് നമ്മൾ പറഞ്ഞ ആദ്യ ഫോം. രണ്ടാമത്തെ ഫോം ഏതായിരുന്നു? dx by dy plus px equal to q. ഓക്കെ, ഇവിടുത്തെ പിയും ക്യൂവും എന്തെല്ലാം ഫങ്ഷൻസ് ആയിരിക്കണം? മുകളിലോട്ട് എഴുതാമേ. dy by dx plus py equal to q. ഇവിടുത്തെ പിയും ക്യൂവും എന്തിന്റെ ഫങ്ഷൻസ് ആയിരിക്കണം? എക്സിന്റെ ഫങ്ഷൻസ് ആയിരിക്കണം. p and q are functions of x. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്തായിരിക്കും? ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് e raised to integral p dx ആയിരിക്കും. ഓക്കെ, സൊല്യൂഷൻ എന്തായിരുന്നു? സൊല്യൂഷൻ എന്ന് പറയുന്നത് y into integrating factor equal to integral over q into integrating factor dx plus constant of integration. ഇതാണ് നമ്മൾ പറഞ്ഞ ആദ്യ ഫോം. രണ്ടാമത്തെ ഫോം എന്തായിരുന്നു? dx by dy plus px equal to q. ഇവിടുത്തെ p and q എന്തെല്ലാം ഫങ്ഷൻസ് ആണ്? p and q are ഫങ്ഷൻസ് ഓഫ് y ആണ്. y യുടെ ഫങ്ഷൻസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്താ? e raised to integral pd y ആയിരിക്കും. ഓക്കെ, അവിടുത്തെ സൊല്യൂഷൻ എന്തായിരുന്നു പറഞ്ഞത്? സൊല്യൂഷൻ എന്ന് പറയുന്നത് സൊല്യൂഷൻ ഈസ് x into integrating factor equal to integral q into integrating factor dy plus c ആയിരിക്കും. ഓക്കെ, ഇതാണ് നമ്മൾ ഇത്രയും പറഞ്ഞത്. പക്ഷെ നമ്മുടെ ഈ ഇക്വേഷൻ ഇതുമായിട്ട് ഒറ്റ നോട്ടത്തിൽ വലിയ ബന്ധമൊന്നുമില്ല. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഇക്വേഷനെ ഫസ്റ്റ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും. എങ്ങനെ കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും? കംപ്ലീറ്റ്ലി ഒരു എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ തന്നിരിക്കുന്ന ഇക്വേഷനെ നമ്മുടെ ഫസ്റ്റ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. കാരണം എക്സ് നോട്ട് ഈക്വൽ ടു 0 എന്ന് എടുത്ത ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്യാണ്? ഇക്വേഷനെ കംപ്ലീറ്റ്ലി ഒരു എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. ഡിവൈഡിങ് ബൈ എക്സ്, എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. അപ്പോൾ എന്ത് വരും? dy by dx പ്ലസ് 2y by x equal to x square by x, x. ഓക്കെ, ഇനി നോക്കിയേ. dy by dx പ്ലസ് 2 by x into y equal to x. ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയേ. dy by dx പ്ലസ് py equal to q. pയും qവും എന്തിൻ്റെ ഫങ്ഷൻസ് ആയിരിക്കണം? എക്സിൻ്റെ ഫങ്ഷൻസ് ആയിരിക്കണം. ഇവിടെ നോക്കിയേ. dy by dx പ്ലസ് 2 by x y equal to x. എന്താണ്? 2 by x ഉം x ഉം രണ്ട് എക്സിലെ ഫങ്ഷൻസ് അല്ലേ? അപ്പോൾ ഇവിടുത്തെ p എന്തെന്ന് നമുക്ക് പറയാം? ഹിയർ p equal to 2 by x and q equal to x. പിയുടെ വാല്യൂ 2 by x ഉം ക്യൂവിൻ്റെ വാല്യൂ x ഉം ആണെന്ന് പറയാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്താണ്? ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ e raised to integral p dx ആണ്. e raised to integral p dx. ഓക്കെ, is equal to e raised to integral p യുടെ വാല്യൂ 2 by x dx. 2 by x dx. ഇന്റഗ്രലിനകത്ത് 2 കോൺസ്റ്റന്റ് ആണ്. ഇന്റഗ്രേഷന് പുറത്തെടുക്കാം. അപ്പോൾ എന്ത് വരും? e raised to 2 into integral 1 by x dx. e raised to integral 1 by x. integral 1 by x എന്താ? log x ആണ്. അപ്പം നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? e raised to 2 log x എന്ന് എഴുതാം. ഓക്കെ, 2 log x. log a raised to b ആണ്. b log a. അപ്പം 2 log x നെ എനിക്ക് എങ്ങനെ എഴുതാം? e raised to log x square. e raised to log x square എന്ന് പറഞ്ഞാൽ എന്താ? x square ആണ്. ഓക്കെ, അപ്പം നമ്മുടെ ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്ത് കിട്ടി? x square എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ സൊല്യൂഷൻ എന്താണ്? സൊല്യൂഷൻ ഈസ് എന്താണ്? y into integrating factor equal to integral q into integrating factor x plus c. Okay, that is equal to y into x square equal to
നമ്മുടെ ഇവിടുത്തെ ക്യൂ എന്താ? ക്യൂ എന്ന് പറയുന്നത് എക്സ് ആണ്. എക്സ് ഇൻറ്റു ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ എക്സ് സ്ക്വയർ ഡി എക്സ് പ്ലസ് സി. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു y ഇൻറ്റു എക്സ് സ്ക്വയർ ഈക്വൽ ടു ഇന്റഗ്രൽ എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ എക്സ് ക്യൂബ് ഇന്റഗ്രൽ എക്സ് ക്യൂബ് ഡി എക്സ് പ്ലസ് സി. ഇന്റഗ്രൽ എക്സ് ക്യൂബ് ഡി എക്സ് പ്ലസ് സി. ഓക്കെ, ദാറ്റ് ഈസ് y ഇൻറ്റു എക്സ് സ്ക്വയർ ഈക്വൽ ടു ഇന്റഗ്രൽ എക്സ് റേസ് ടു 3 dx അല്ലെങ്കിൽ ഇന്റഗ്രൽ എക്സ് റേസ് ടു എൻ ഡി എക്സ് എന്താ? എക്സ് റേസ് ടു എൻ പ്ലസ് 1 ബൈ എൻ പ്ലസ് 1. ദാറ്റ് ഈസ് എക്സ് റേസ് ടു 4 ബൈ 4 പ്ലസ് സി. ഓക്കെ, നമ്മുടെ ഓപ്ഷനിൽ y ഈക്വൽ ടു എന്ന് പറഞ്ഞാണ് തന്നേക്കുന്നത്. എക്സ് സ്ക്വയറിനെ അപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. കംപ്ലീറ്റ്ലി എക്സ് സ്ക്വയറിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ എക്സ് റേസ് ടു 2 ബൈ 4 പ്ലസ് സി ബൈ എക്സ് സ്ക്വയർ. ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ബൈ 4 പ്ലസ് സി എക്സ് റേസ് ടു -2 ഈസ് ദ സൊല്യൂഷൻ. അപ്പോൾ നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ എന്താണ്? y ഈക്വൽ ടു എക്സ് സ്ക്വയർ ബൈ 4 പ്ലസ് സി എക്സ് റേസ് ടു -2. അത് ഏത് ഓപ്ഷനിലാണെന്ന് നോക്കാം. y ഈക്വൽ ടു എക്സ് സ്ക്വയർ ബൈ 4 പ്ലസ് സി എക്സ് റേസ് ടു -2. ഫസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, അപ്പോൾ ഇനി ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ക്വസ്റ്റ്യൻസ് കിട്ടുമ്പോൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ചിലപ്പോൾ അത് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ രീതിയിലായിരിക്കാം. അപ്പോൾ നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.